രാഹുൽ, ഗുഡ് മോർണിംഗ്. അപ്പോൾ സന്നിധാനത്ത് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷമാണ്. എല്ലാ ദിവസവും അവിടെ നിന്നാണ് രാവിലെ ലൈവുമായിട്ട് രാഹുൽ ചേരുന്നത്. അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്താണെന്ന് പറയാം. എനിക്ക് തോന്നുന്നു തുടർച്ചയായ വർഷങ്ങളിൽ രാഹുൽ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ശബരിമല. അപ്പോൾ തിരക്കിനെ കുറിച്ച് വന്നു കഴിഞ്ഞാൽ കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ട്. 1 ലക്ഷമൊക്കെ കടന്നുപോയ തീർത്ഥാടന തിരക്ക് അതിപ്പോൾ ഒന്ന് കുറഞ്ഞു. എന്താണ് അതിന് കാരണം? മറ്റു വിവരങ്ങൾ എന്താണ്? അപ്പോൾ മകരവിളക്ക് മഹോത്സവത്തിന് ഒരുക്കങ്ങൾ എങ്ങനെ പോകുന്നു? പ്രജിൻ, പ്രവിത, വെരി ഗുഡ് മോർണിംഗ്. സന്നിധാനത്ത് രാവിലെ തന്നെ നല്ല തണുപ്പാണ്. അതോടൊപ്പം തന്നെ ശരണമന്ത്രങ്ങളാൽ മുഖരിതമായൊരു അന്തരീക്ഷമാണ് രാവിലെ സന്നിധാനത്തുള്ളത്. പ്രജിനും പ്രവിതയും സൂചിപ്പിച്ച പോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് കാര്യമായ തിരക്കിൽ കുറവുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മകരവിളക്കിനായി നട തുറന്ന ആദ്യ 2 ദിവസവും 1 ലക്ഷത്തിലധികമായിരുന്നു തീർത്ഥാടകരുടെ എണ്ണം. പക്ഷേ ഇന്നലെയും ഇന്നും ആ തിരക്കിനൊരു കുറവുണ്ട്. അത് പ്രവൃത്തി ദിനമായത് ഈ തിരക്ക് കുറയാൻ കാരണമായി എന്നാണ് ദേവസ്വം ബോർഡിന്റെ ഒരു വിലയിരുത്തൽ. ഇന്നും നാളെയും കൂടി ഇതേ നിലയിൽ തിരക്ക് കുറവായിരിക്കും. പക്ഷേ അതിനുശേഷം ശനിയും ഞായറും വരികയാണ്. അപ്പോൾ വലിയൊരു തിരക്കാണ് സന്നിധാനത്തേക്ക് പ്രതീക്ഷിക്കുന്നത്. മകരവിളക്കിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ അവസാന ഘട്ടത്തിലൂടെ മുന്നോട്ട് പോകുകയാണ്. അപ്പത്തിൻ്റെയും അരവണയുടെയും ഉള്ള ഒക്കെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ്. ആവശ്യത്തിന് സ്റ്റോക്ക് ഉണ്ട്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഞാൻ റിപ്പോർട്ട് ചെയ്യാനായി ഇവിടെ എത്തിയപ്പോൾ അപ്പത്തിന് അരവണയ്ക്ക് ഒരു നിയന്ത്രണം ഉണ്ടായിരുന്നു. 10 ടിന്നിൽ കൂടുതൽ അരവണ നൽകാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ അത്തരത്തിലുള്ള നിയന്ത്രണം ഒന്നും തന്നെ ഈ ഘട്ടത്തിലില്ല. അത് ഈ സംഘാടക മികവ് എന്ന് തന്നെ എടുത്തു പറയേണ്ട ഒന്നായി പറയുന്നു. അതോടൊപ്പം ഇന്ന് 80,000-ഓളം തീർത്ഥാടകരാണ് വെർച്വൽ ക്യൂവിലൂടെ തീർത്ഥാടനത്തിനായി ബുക്ക് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കാനനപാത വഴിയും അല്ലാതെയും സ്പോട്ട് ബുക്കിംഗ് വഴിയും കൂടുതൽ തീർത്ഥാടകർ എത്തുമെന്ന് ദേവസ്വം ബോർഡ് പ്രതീക്ഷിക്കുന്നുണ്ട്. എന്താണെങ്കിലും ഒരുക്കങ്ങളെല്ലാം തന്നെ അവസാന ഘട്ടത്തിലാണ്. മുമ്പ് ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ സമാധാനമായ അന്തരീക്ഷത്തിൽ തീർത്ഥാടനം ഈ തവണയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രജിൻ, പ്രവിത. രാഹുൽ സുരേഷാണ് സന്നിധാനത്ത് നിന്നും വിശദാംശങ്ങൾ നൽകിയത്.